റിൻസി രാവിലെ തന്നെ ആദിത്യന്റെ വീട്ടിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. അവൾ അകത്തേക്ക് കയറിയതും ഹാളിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആദിത്യന്റെ മമ്മി. അവളെ കണ്ടതും അവർ തല ഉയർത്തി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നാൽ അവൾ ഒന്നും മിണ്ടാതെ അവരെ പുച്ഛത്തോടെ ഒന്ന് നോക്കിയതിനു ശേഷം സ്റ്റെയർ കയറാൻ തുടങ്ങി. പിന്നെ എന്തോ ഓർത്തതുപോലെ അവൾ നിന്നു. മരുമകളായി ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാനിരുന്നവള് ചാർലിയെ തന്നെ വിവാഹം ചെയ്ത് ആ വീട്ടിൽ തന്നെ അങ്ങ് കൂടിയല്ലോ. അവൾ പുച്ഛത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൾക്ക് നല്ലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുട്ടിക്ക് ആ വീട്ടിൽ തന്നെ മരുമകളായി നിൽക്കാനുള്ള ഭാഗ്യമുണ്ടായത്. അതിനും വേണം ഒരു ഭാഗ്യം. അതിലൊരു സങ്കടവും എനിക്കില്ല. കുറെ കഴുകന്മാരുടെ കൂട്ടത്തിലേക്ക് ആ കുട്ടി വരുന്നതിനേക്കാൾ നല്ലത് അവരുടെ ഒപ്പം കഴിയുന്നതാ. അവർ തിരികെ അവളെ നോക്കാതെ ആരോടെന്നില്ലാതെ മറുപടി പറഞ്ഞു. അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ അവരെ ഒന്ന് നോക്കിയതിനു ശേഷം തൻ്റെ മുറിയിലേക്ക് പോയി. അവൾ മുറിയിലേക്ക് ചെന്നപ്പോൾ ആദം റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ കട്ടിലിൽ നെറ്റിയിൽ കൈവച്ച് കിടക്കുകയായിരുന്നു. അകത്തേക്ക് കയറി വരുന്ന സൗണ്ട് കേട്ടതും ആദം കണ്ണുകൾ തുറന്നു നോക്കി. അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗും ഫോണും ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് അവനെ ഒന്ന് നോക്കി. എന്താ ഇന്ന് ഓഫീസിലേക്ക് പോകാഞ്ഞത്? ഇതുവരെ നിരാശാകാമുകന്റെ വിഷമങ്ങളൊന്നും മാറിയില്ലാവോ? അവൾ പുച്ഛത്തോടെ കൈകൾ മാറിൽ കെട്ടി അവനെ നോക്കി ചോദിച്ചു. അവൾ അങ്ങനെ തന്നെ പരിഹസിക്കുന്നത് കേട്ടതും ആദം അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനായി തുടങ്ങി. ഒന്ന് നിന്നെ, ഇനിയെങ്കിലും കിട്ടാത്തതിൻ്റെ പുറകെ പോകാതെ എൻ്റെ ഒപ്പം ജീവിക്കാൻ നോക്ക്. ഇനി ഒരിക്കലും അവൾ തിരികെ വരാൻ പോകുന്നില്ല. അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിനെനിക്ക് അവകാശമായി അവൾ മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത്, മറ്റൊന്നുകൂടി അവിടെ ഉണ്ടല്ലോ. അവൾ വേറൊരുത്തനെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ രക്തബന്ധം ഇല്ലാതെയായി ആകുന്നില്ല. ആര് തൂത്താലും മായ്ച്ചാലും ഇല്ലാതായി പോകുന്ന ഒരു ബന്ധമല്ല ഞാനും എൻ്റെ മകളുമായിട്ടുള്ളത്. അതില്ലാതാക്കാൻ ആർക്കും കഴിയുകയുമില്ല. അവൻ അവളെ നോക്കി പറഞ്ഞതിന് ശേഷം അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൾ ദേഷ്യത്തോടെയും അമർഷത്തോടെയും പല്ല് കടിച്ചുകൊണ്ട് അവൻ പോകുന്നതെന്ന് നോക്കി നിന്നു. ആ ബന്ധവും ഞാൻ ഉടനെ തന്നെ ഇല്ലാതെയാക്കും. അതിനി അധിക സമയമൊന്നും ബാക്കിയില്ല. അതും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ നീ എന്ത് ബന്ധം പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമെന്ന് എനിക്കൊന്ന് കാണണം, അവൾ വാശിയോടെ തൻ്റെ മനസ്സിൽ പറഞ്ഞു. അവൻ റൂമിൽ നിന്നും താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവൻ്റെ മമ്മി അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ആദം പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ നിന്ന അവനെ അവർ വിളിച്ചു. അത് കേട്ടതും അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ഞാനന്ന് നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. നീ അന്ന് അതിന് എനിക്കൊരു മറുപടിയും നൽകിയിരുന്നില്ല. ഇപ്പോഴും ഞാൻ അത് തന്നെ ആവർത്തിച്ച് പറയുമോ മോനെ? നിന്റെ നല്ലതിനു വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. അവർ പറയുന്നത് കേട്ട് അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. നീ റിൻസിയെ സ്നേഹിക്കണം. അവളെ ഭാര്യയായിട്ട് നീ അംഗീകരിക്കണം. അല്ലാത്ത പക്ഷം അവൾ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. വാശി കൂട്ടുന്നത് പോലെ ആകരുത് നിന്റെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും. പെട്ടെന്നൊരിക്കലും നിനക്ക് അവളെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ലെന്ന് മമ്മിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നീ അതിന് ശ്രമിക്കണം ആദം, അവർ ദയനീയമായി തൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇല്ല മമ്മി, ഒരിക്കലും എനിക്കതിന് കഴിയില്ല. അവളെ ഒന്ന് സ്നേഹിക്കുന്നതോ പരിഗണിക്കുന്നതോ പോയിട്ട് എൻ്റെ ഭാര്യയായിട്ട് ഒരു നിമിഷം പോലും അവളെ എനിക്ക് കാണാൻ കഴിയില്ല. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു പെണ്ണിൻ്റെ ഏറ്റവും വിലപ്പെട്ട മാനം പോലും കളങ്കപ്പെടുത്തിയവൾ അവള്. ഒരു കൂസലുമില്ലാതെ അവൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് മമ്മിക്ക് അറിയില്ല. നല്ല രീതിക്കായിരുന്നു അവൾ എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ശീതളിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ അവളെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ച് എൻ്റെ ഒപ്പം കൂടെ കൂട്ടിയേനെ. അങ്ങനെയെങ്കിൽ എനിക്ക് അവളോട് ക്ഷമിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ ഇതൊരിക്കലും ക്ഷമിക്കാൻ പോലും കഴിയാത്തൊരു തെറ്റാ മമ്മി. അവളുടെ മനസ്സിൻ്റെ സ്വാർത്ഥതയും കളങ്കവും എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായി. സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ അവൾ ഏതറ്റം വരെയും പോകും. അതിനവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ വളർത്തിയത് അവരങ്ങനെയാ. ഉദിക്കുന്നത് എന്തും കൺമുൻപിൽ എത്തിയിട്ടുണ്ട് അവളുടെ. അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെയായി പോയത്. പക്ഷെ മോനെ, അവൾക്ക് നീ സ്നേഹം കൊടുക്കാതിരുന്ന അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് മമ്മിക്ക് നല്ല പേടിയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞിനെ എന്തെങ്കിലും. അവർ ആവലാതിയോടുകൂടി തൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എങ്കിൽ അവളുടെ അവസാനം എൻ്റെ കൈകൾ കൊണ്ടായിരിക്കും. അവൾ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്തൊരു പോറലെങ്കിലും വീണാൽ അവളെ ഇല്ലാതാക്കി ജയിലിൽ പോകാനും ആദത്തിന് മടിയുണ്ടാവില്ല. അവൻ വാശിയോട് അവരോട് പറഞ്ഞതിന് ശേഷം അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും പോയിരുന്നു. മകന്റെ നിസ്സഹായതാവസ്ഥയോർത്ത് ആ അമ്മയുടെ ഉള്ളം തേങ്ങി. അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി. ക്രിസ്റ്റി അവളുടെ റൂമിലേക്ക് ചെന്നു. റിഷ്വാണിൽ പോത്തിനെ പോലെ കിടന്നുറങ്ങുകയാണ്. ഇടയ്ക്ക് കൂർക്കം വലിക്കുന്നുണ്ടോ എന്ന് സംശയിക്കാം. പതിയെ ഡോറടച്ച് ലോക്ക് ചെയ്ത് ശബ്ദമുണ്ടാക്കാതെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ പുതച്ചു മൂടി ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നുണ്ട്. ക്രിസ്റ്റി ഒരു ചിരിയോടെ അവളുടെ ഫ്രണ്ടിലേക്ക് അവളുടെ മുഖത്തിന് അഭിമുഖമായി തന്നെ ചെന്നു കിടന്നു. അവൾ എന്തോ ഉറക്കത്തിൽ എന്ന പോലെ പറയുന്നുണ്ട്. അത് കേട്ടതും അവൻ അവളുടെ ചുണ്ടിൻ്റെ അടുത്തേക്ക് ചെവി കൂർപ്പിച്ചു വെച്ചു. കടുവ, എന്നെ ഇഷ്ടമല്ല കടുവയ്ക്ക്, അവൾ പതിയെ പറഞ്ഞു. അത് കേട്ടിട്ട് അവൻ നെറ്റി ചുളിച്ചു. സംശയത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. കക്ഷി എപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെയാ. ഋഷു, എടി, അവൻ പതിയെ അവളുടെ കവളിലൊന്ന് തട്ടി. ആ, ഉറക്കത്തിൽ എന്ന പോലെ അവളൊന്ന് മൂളി. എടി എഴുന്നേക്കടി, നിനക്ക് സ്കൂളിൽ പോകണ്ടേ? അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. കടുവേ, ഒന്നും മിണ്ടാതിരിക്കേ, ഞാൻ ഉറങ്ങിക്കോട്ടെ. ഉറക്കത്തിൽ എനിക്ക് സമാധാനം തരുത്തില്ലേ?
സ്കൂൾ അവിടെ തന്നെ ഉണ്ടാകും, എങ്ങും ഓടി പോകത്തില്ല. അവൾ വീണ്ടും ഉറക്കച്ചെവിടോടെ പറഞ്ഞു. അത് കേട്ടതും അവനൊരു കുസൃതി തോന്നി. അവൻ ടേബിളിന്റെ പുറത്തേക്ക് നോക്കിയതും അവിടെ ഒരു ജഗ്ഗിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. അവൻ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റതിന് ശേഷം ആ ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളം കയ്യിലേക്ക് എടുത്തിട്ട് അത് അവളുടെ മുഖത്തേക്ക് തളിച്ചു. ഈർഷ്യത്തോടെ അവൾ കണ്ണുകളെ തുറന്ന് മുൻപിലേക്ക് നോക്കി. ഒരു കൈയിൽ ജഗ്ഗും മറുകൈയിൽ കുറച്ച് വെള്ളവുമായി അവളെ നോക്കി ചിരിയോടെ നിൽക്കുന്ന ക്രിസ്റ്റിയെ കണ്ട് അവളൊന്ന് നെറ്റിച്ചുളിച്ചു. കടുവ, അവൾ വീണ്ടും പറഞ്ഞു. കടുവ നിന്റെ അപ്പൻ. അവൻ തിരികെ പറയുന്നത് കേട്ട് അവൾ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി നോക്കി. തന്റെ മുൻപിൽ ഞെട്ടനെ നിൽക്കുകയാണവൻ. അവൾ വിശ്വാസം വരാത്തതുപോലെ ഒന്നും കൂടി നോക്കി. തന്റെ മുൻപിൽ നിൽക്കുന്ന സത്യമായിട്ടും അവനാണെന്ന് മനസ്സിലാക്കി അവൾ അവനെ നോക്കി നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു. ഇവിടെ എത്ര മണിക്ക് റെഡിയായി നിൽക്കണമെന്നാ ഞാൻ പറഞ്ഞത്? അവൻ അവളുടെ ചെവിയിൽ പിടിച്ച് കിഴുക്കിക്കൊണ്ട് ചോദിച്ചു. ആ ഇച്ചായ വീട്, എനിക്ക് വേദനിക്കുന്നു. അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എത്ര തവണ മമ്മി നിന്നെ വന്ന് വിളിച്ചടി? വയസ്സ് ഇത്രയായിട്ടും ഒരു ഉത്തരവാദിത്വ ബോധം നിനക്കില്ലല്ലോ. നിന്നെ കെട്ടിയാൽ എൻ്റെ ജീവിതം കൂടി കോഞ്ഞാട്ടെ ആകുമെന്നാ തോന്നുന്നേ. അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തായിട്ട് കട്ടിലേക്കിരുന്നു. അങ്ങനെ പറയുന്നത് കേട്ടതും അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ വീർപ്പിച്ച കവള് ഞാനങ്ങ് കുത്തിപ്പൊട്ടിക്കും. അവൻ അവൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ കവിളിലൊന്ന് കുത്തി. എന്നാൽ അപ്പോഴും അവൾ അങ്ങനെ തന്നെ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അല്ല, അതൊക്കെ ഇരിക്കട്ടെ, നീ എന്തൊക്കെയാ സ്വപ്നത്തിൽ കണ്ടത്? കടുവാന്ന് നീ ഒരു 100 തവണ പറയുന്നത് ഞാൻ കേട്ടല്ലോ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെങ്ങനെയാ? എനിക്ക് സ്വപ്നത്തിൽ പോലും ഒരു സമാധാനം തരില്ലല്ലോ. സ്വപ്നത്തിൽ ഇപ്പോഴും ഇച്ചായൻ ആ പഴയ കടുവ തന്നെയാ, എന്നെ എപ്പോഴും വഴക്കു പറയുന്ന ആ കടുവ. അവൾ തിരികെ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. നീ എന്നെ കടുവയെന്ന് വിളിക്കുന്ന കേട്ടിട്ട് ഇപ്പം എല്ലാവരും എന്നെ അങ്ങനെ വിളിച്ചാ കളിയാക്കുന്നേ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിനവൾ നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു. നിനക്ക് സമയം എത്രയെന്ന് വല്ല ബോധമുണ്ടോ? മണി 8 ആകുന്നു, പോയി കുളിച്ചിട്ട് വന്നേ. അവൻ പറഞ്ഞതും അവൾ ക്ലോക്കിലേക്ക് നോക്കി. ഏകദേശം 7:45 കഴിഞ്ഞിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. പിന്നെ ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ പുരികം പൊക്കി. അവൻ പെട്ടെന്ന് അവളെ വലിച്ചു തൻ്റെ നെഞ്ചിലേക്കിട്ടു. അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ സംശയത്തോടെ തന്നെ അവനെ നോക്കുകയായിരുന്നു. അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തു. അവൾ കണ്ണുകളെ ഇറുക്കിയടച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ തൊട്ടു തൊട്ടില്ല എന്ന പോലെ അടുത്തിരുന്നു. അവൻ പെട്ടെന്ന് അവിടെ നിന്നും അവളുടെ കാതിൻ്റെ അടുത്തേക്ക് തൻ്റെ ചുണ്ടുകളെ അടുപ്പിച്ചു. ഒരു കിസ് തരണമെന്നുണ്ട് എനിക്ക്, പക്ഷെ നീ പല്ല് തേച്ചിട്ടില്ലല്ലോ. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. പോയി പല്ല് തേക്കടി. അവൻ വീണ്ടും അവളോട് പറഞ്ഞതും അവൾ കൂർപ്പിച്ചു വെച്ച് അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ്റെ നെഞ്ചിലേക്ക് തള്ളി പുറകിലേക്ക് മാറ്റി. പിന്നെ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. അവൾ കുളിച്ചിട്ട് ഇറങ്ങി വന്നതും അവൻ അതുപോലെ തന്നെ കട്ടിലിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്താ ഉദ്ദേശം? എനിക്ക് ഡ്രസ്സ് മാറണം, ഞാൻ പുറത്തു പോയേ. അവൾ അവനെ നോക്കി തല തുവർത്തിക്കൊണ്ട് പറഞ്ഞു. എനിക്കും കാണണം. അവൻ തിരികെ അവളുടെ മുഖത്തേക്ക് നോക്കി. കാണാനൊക്കെ ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട്. എൻ്റെ പൊന്നുമോൻ പുറത്തേക്ക് പോയേ. ഇനിയും ഇവിടെ കളിച്ചുകൊണ്ട് നിന്നാ ഞാൻ ഇനിയും ലേറ്റാകും. അവൾ തല തുവർത്തിക്കൊണ്ട് അവനെ നോക്കി വീണ്ടും പറഞ്ഞു. അപ്പോൾ നീ എനിക്ക് കാണിച്ചു തരില്ല അല്ലേ? അവൻ പരാതി പോലെ അവളോട് ചോദിച്ചു. തൽക്കാലമില്ല. അവൾ ഒറ്റവാക്കിൽ തന്നെ അവനെ നോക്കി മറുപടി പറഞ്ഞിരുന്നു. അവൻ പിണക്കത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ തൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചതിന് ശേഷം അവളുടെ ചുണ്ടിലൊന്ന് നുണഞ്ഞു വിട്ടു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ കയ്യിൽ നിന്നും തല തുവർത്തിക്കൊണ്ടിരുന്ന ടവൽ നിലത്തേക്ക് വീണു. അന്തം വിട്ട് അവനെ തന്നെ നോക്കി നിന്നു അവൾ. അവൻ ഒന്നുകൂടി അവളുടെ ചുണ്ടിൻ്റെ അടുത്തേക്ക് തൻ്റെ ചുണ്ടിനെ അടുപ്പിച്ചതിന് ശേഷം അവളുടെ ചുണ്ടിനെ നുണഞ്ഞു. കണ്ണും തള്ളി അവനെ നോക്കി നിൽക്കുന്നതല്ലാതെ അവൾ ഒന്നും തന്നെ പ്രതികരിച്ചില്ല. റെഡിയായിട്ട് വാ പെണ്ണേ. അവൻ അവളുടെ കവളിലൊന്ന് തട്ടിയതും അവൾ കണ്ണുകളൊന്ന് അടച്ചു തുറന്നു. അന്തം വിട്ട് അവനെ നോക്കി നിൽക്കുന്ന അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ താഴേക്കിറങ്ങി. അവൻ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയതും അവൾ കണ്ണാടിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു. പിന്നെ അവൻ ചുംബിച്ച അവളുടെ ചുണ്ടിൽ അവൾ സ്വയം വിരൽ കൊണ്ടൊന്ന് തഴുകി. അവൻ്റെ ഉമിനീർ അവളുടെ ചുണ്ടിൽ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. നാളെ ജോയിൻ ചെയ്യുമെന്നാണല്ലോ പറഞ്ഞത്. ഇന്നിവിടെയൊക്കെ വരുന്ന കാര്യമൊന്ന് വിളിച്ചു പറഞ്ഞത് പോലും ഇല്ല. പ്രിൻസിപ്പൽ ദേവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവരുടെ മുറിയിൽ ഇരിക്കുകയാണ് ദേവൻ. പക്ഷെ എന്തോ ആലോചനയിലാണ് അയാൾ. അവൻ ഇത്രയും ചോദിച്ചിട്ടും ദേവൻ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. സർ, ടേബിളിലൊന്ന് തട്ടിക്കൊണ്ട് വിളിച്ചതും ദേവൻ ഞെട്ടി അവരുടെ മുഖത്തേക്ക് നോക്കി. സാർ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം? അയാൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് അവർ സംശയത്തോടെ ചോദിച്ചു. ആ കുട്ടി അവിടെ പുതുതായി ജോയിൻ ചെയ്തതാണോ? അയാൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ആരെ പറ്റിയാണ് ദേവൻ ചോദിക്കുന്നതെന്ന് ആ പ്രിൻസിപ്പലിന് മനസ്സിലായില്ല. സാർ ആരുടെ കാര്യമാണ് പറയുന്നേ? അത് അവിടെ നമ്മൾ കണ്ടില്ലേ ഒരു പെൺകുട്ടി. പ്രശ്നം ഉണ്ടാക്കിയ കുട്ടിയല്ല, മറ്റേ കുട്ടി. അതിവിടെ പുതുതായി ജോയിൻ ചെയ്തതാണോ? അയാൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി.
അതെ സർ, ഇന്നാണ് MSc ഫസ്റ്റ് ഇയറിന് ക്ലാസ് തുടങ്ങുന്നത്. ആ കുട്ടി അതിനെ ജോയിൻ ചെയ്താണെന്നാണ് പറഞ്ഞത്. സോണി അതിവിടുത്തെ ലേഡി ചെയർപേഴ്സൺ ആണ്. ആ കുട്ടി സെക്കൻഡ് ഇയറാ. പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത കുട്ടിയാണ് സോണി. പിന്നെ എന്തുകൊണ്ടാണ് ആ കുട്ടിയോട് അങ്ങനെ പെരുമാറിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല സാറെന്താ ആ കുട്ടിയെപ്പറ്റി ചോദിച്ചത്? അവർ സംശയത്തോടെ ദേവന്റെ മുഖത്തേക്ക് നോക്കി. ഒന്നുമില്ല, കണ്ടിട്ടൊരു പാവമാണെന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞു. എന്തായാലും അവരുടെ ക്ലാസ്സിലേക്കാണല്ലോ സാറ് പോകുന്നത്. സാറിന് ഫസ്റ്റ് ഇയർ ഉണ്ട്, ബട്ട് സോണിയുടെ ക്ലാസ് ഇല്ല. ഡിഗ്രിയാണ് സാറിന് അലോട്ട് ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞതും അയാൾ തലയാട്ടി. എന്നാലും അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ ചോദ്യങ്ങളുണ്ടായിരുന്നു. അയാളുടെ മനസ്സിൽ ഷീതുവിന്റെ മുഖം വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അരുണിനോട് സംസാരിച്ച് ഷീതു അകത്തേക്ക് കയറി ചെന്നു. ആവണിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതിന് ശേഷം അവൾ ആവണിയുടെ അടുത്തേക്കിരുന്നു. ഷീതുവിന് ആ സാറിനെ അറിയോ? ആവണി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ, ഇച്ചായൻ്റെ ഫ്രണ്ടാണ് അരുൺ സാർ. ഇച്ചായൻ്റെ 2 കൂട്ടുകാരുണ്ട് ഇവിടെ. അതിലൊന്നായി അരുൺ സാറ്. അരുൺ സാറിനെ അന്ന് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ടിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കൂട്ട് അരുൺ സാറുമായിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് അരുൺ സാറിൻ്റെ നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയണമെന്നും പറഞ്ഞു. ഇന്ന് നടന്ന സംഭവം അറിഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നതാ. ആവണിയെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. നമുക്ക് പഠിപ്പിക്കാനുണ്ടോ ഈ സാറ്? ആവണി ചോദിച്ചു. ഇല്ല, ഷീതു അവളെ നോക്കി മറുപടി പറഞ്ഞു. ഷേ, അത് കേട്ടതും ആവണി തനിയെ പറഞ്ഞു. എന്തു പറ്റി? ഷീതു ചിരിച്ചു. ഒന്നുമില്ലെന്നേ, സാറ് നമ്മളെ പഠിപ്പിക്കാനുണ്ടായിരുന്നെങ്കിൽ 1 മണിക്കൂർ വായി നോക്കിയെങ്കിലും സമയം കളയായിരുന്നല്ലോ എന്ന് ഓർത്തതാ. ആവണി പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ഇളിച്ചു കാണിച്ചു. അത് കേട്ട് ഷീതു അവളെ കളിയാക്കി. ദേവൻ സാർ ആദ്യം MSc ക്ലാസ്സിലേക്ക് തന്നെ പോയിക്കോ. അവിടെ ഫസ്റ്റ് അവർ സാറിനെ ഇട്ടിരിക്കുന്നത്. പ്രിൻസിപ്പൽ തൻ്റെ മുൻപിലിരിക്കുന്ന ദേവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാൾ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നും എഴുന്നേറ്റു. ശേഷം MSc ക്ലാസ്സിലേക്ക് നടന്നു. ഷീതുവിൻ്റെ ഹൃദയം കാരണമില്ലാതെ വല്ലാതെ ഇടിക്കാൻ തുടങ്ങി. ആവണയോട് ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് തൻ്റെ ഹൃദയം ഇത്രയും ഇടിക്കുന്നതെന്നായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്.